വരുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത്, എന്താണ് അവരുടെ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ്? അപ്പൊ നിങ്ങൾക്ക് അവർക്ക് പണ്ട് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, ഇപ്പൊ സ്നേഹമൊന്നുമില്ല എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങളോട് ഇപ്പൊ ഉള്ള ഫീലിങ്സ് എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇവർക്ക് നിങ്ങളോട് ഇപ്പൊ ഉള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാല്, ഇവിടെ 10 ഓഫ് കപ്സ് എല്ലാ കാർഡും റിവേഴ്സ് അല്ലാട്ടോ, ഞാൻ അതാ നോക്കിയത് എല്ലാ കാർഡ്സ്. അപ്പം ഇപ്പോ ഇവര് നിങ്ങളുമായിട്ട് ബന്ധത്തിൽ ഹാപ്പി അല്ല എന്നാണ് പറയുന്നത്. നമുക്കൊന്നും ഒരു കാർഡും കൂടെ, എന്തുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഇപ്പൊ ഹാപ്പി അല്ല, സോറി ഹാപ്പി അല്ല, കാർഡ് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഹാപ്പി അല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഇപ്പൊ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ബന്ധമാണ്, പക്ഷെ തുടങ്ങിയപ്പോഴുള്ള ആ ഒരു സ്നേഹം ഇപ്പൊ കാണുന്നില്ല എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് അതന്നെ, ഇവിടെ നിങ്ങൾ രണ്ടുപേരും എടുത്തു ചാടി ഒരു ബന്ധത്തിലേക്ക് വന്നവരാണ്. സ്നേഹം വന്നപ്പോ തന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അതിന്റെ വരുംവരായികകൾ, നിങ്ങൾ തമ്മിലുള്ള ബന്ധമൊന്നും ഇത് ഭയങ്കര സ്ട്രോങ് ആണ്. എന്താവും ഇതിന്റെ സിറ്റുവേഷൻ? രണ്ടുപേരും ഒരേപോലെ ദേഷ്യമുള്ളവര്, ഇപ്പോ പറയാൻ പാടില്ല എന്നാലും ഞാൻ പറയാം, കലിപ്പന്റെ കാന്താരി എന്നൊക്കെ പറയില്ല, അപ്പൊ അങ്ങനത്തെ രണ്ടുപേരാണിത്. വളരെയധികം സ്നേഹമുണ്ട്, അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയാത്ത രണ്ടുപേര്. അപ്പൊ ഇവിടെ ഇപ്പോ ഈ പ്രതീക്ഷിച്ച പോലെയൊന്നും ആയിരുന്നില്ല, ഞങ്ങൾ സ്നേഹിച്ചു നടന്നത് ഇങ്ങനെയൊന്നും അല്ല, ഭയങ്കര സ്നേഹമായിരുന്നു, ഇപ്പൊ എന്നെ മൈൻഡ് ഇല്ല എന്നൊക്കെ ഒരു ഇത്. അപ്പൊ പിന്നെ അതുമല്ല, നിങ്ങൾ ചിലപ്പോ ഒരേ പ്രായത്തിലുള്ള, ഒപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേരായിരിക്കാം, അല്ലെങ്കിൽ ഒപ്പം പഠിച്ചിട്ട് വിവാഹത്തിലേക്ക് പോയത്. കാരണം രണ്ടുപേരും ഏകദേശം ഒരേ പ്രായമുള്ള രണ്ടുപേരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആണുള്ളത്. നിങ്ങൾ രണ്ടുപേരും ഒരാള് മറ്റേയാളെ മുകളിൽ മീൻസ് അയാളെ അടിച്ചു താഴ്ത്താൻ നോക്കുന്നുണ്ട്. മനസ്സിലായി? സംസാരിക്കുമ്പോഴും പെരുമാറ്റത്തിലും നീ പറയുന്നത് തെറ്റാണ്, ഞാൻ പറയുന്നതാണ് ശരി എന്നൊരു ചിന്ത. അപ്പൊ രണ്ടുപേരും ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്. ചിലപ്പോ ഉയർന്ന ഒരു നല്ലൊരു പൊസിഷനിലുള്ള രണ്ടുപേരായിരിക്കാം, നന്നായിട്ട് പഠിച്ച് നല്ല ലെവലിൽ പോയ രണ്ടുപേരാണ്, പക്ഷെ ആ ഈഗോ നിങ്ങൾ തമ്മിലുണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നമായിട്ട് വരുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളോട് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ, ഈ നിങ്ങൾ ഈ വ്യക്തിയോട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഈ വ്യക്തിക്ക് ഒരു തോന്നുന്നുണ്ട്. എന്നെ എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ, എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ചൊക്കെ നാണം കെടുത്തുന്നു, എടാ പോടാന്നൊക്കെ വിളിക്കുന്നു. മീൻസ് റിലേഷൻഷിപ്പിലാവുമ്പോൾ കുറച്ചൊക്കെ റെസ്പെക്ട് വേണ്ടേ എന്നൊക്കെ ഒരു ചിന്ത. അപ്പൊ നിങ്ങൾ ഈ വ്യക്തിയെ ഒട്ടും റെസ്പെക്ട് ചെയ്യുന്നില്ല. അത് ഇവരുടെ ഫാമിലിയുടെ മുമ്പിലും അതുപോലെ തന്നെ